അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഹബീബിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കിതാബു ഖത്ഇസ് സരിഖ. സരിഖ എന്ന് സീനിന് ഫത്ത കൊണ്ടും റായിന് കസ്റ കൊണ്ടുമാണ് വായിക്കേണ്ടത്. മോഷണത്തിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കൈ മുറിക്കുക എന്ന ഹദ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി കുറച്ചധികം ചർച്ചകളും ഉപചർച്ചകളും ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഈ ഭാഗങ്ങൾ പരിശോധിക്കൽ ആവശ്യമാണ്. ഈ മോഷണം എന്ന് പറഞ്ഞാൽ അവിടെ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മോഷ്ടിച്ച വ്യക്തിയുണ്ട്, അതാണ് സാരിഖ്. മറ്റൊന്ന്, മോഷ്ടിക്കപ്പെട്ട വസ്തുവുണ്ട്, അത് മസ്റൂഖാണ്. പിന്നെ ആരിൽ നിന്നാണ് മോഷ്ടിച്ചത്, അവർ മസ്റൂഖ് മിൻഹു. ഇങ്ങനെ പല ഘടകങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകമായ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളോടെ അത് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇനി പറയാൻ പോകുന്ന നിയമങ്ങൾ അവിടെ ബാധിക്കുള്ളൂ. അപ്പോൾ ആ നിബന്ധനകൾ ഏതെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആ നിബന്ധനകൾ പൂർണ്ണമായിട്ടില്ല എങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ കൈമുറിക്കുക എന്ന് പറയുന്ന ഹദ് അവിടെ നടപ്പിലാക്കാൻ പറ്റൂല. വേറെ ചിലപ്പോൾ തഗ്സീർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വെറുതെ വിടേണ്ടി വരും. അങ്ങനെ പല ചില ഇത്ര കർശനമായതല്ലാത്ത ചില ശിക്ഷകളിലേക്ക് ചിലപ്പോൾ കടക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ വിടും. അപ്പോൾ അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണം. അപ്പോൾ ചെയ്യണമെങ്കിൽ ഉള്ള നിബന്ധനകളാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ ആദ്യമായിട്ട് മസ്റൂഖ്, മോഷ്ടിക്കപ്പെട്ട വസ്തുവിൻ്റെ നിബന്ധനകൾ പരിശോധിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അപ്പോൾ ആ ഘടകത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ നിബന്ധന അത് റുബു ദീനാർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഖാലിസായ റുബു ദീനാർ ഉണ്ടായിരിക്കുക എന്നതാണ് അതിൻ്റെ പ്രാഥമികമായ നിബന്ധന. അല്ലെങ്കിൽ റുബു ദീനാറിൻ്റെ മൂല്യത്തിലുള്ളതായിരിക്കുക. അപ്പോൾ റുബു ദീനാറിൻ്റെ മൂല്യത്തിലുള്ളതോ ആയ വസ്തുക്കൾ മോഷ്ടിച്ചാൽ മാത്രമേ അവിടെ ഈ നിർബന്ധമാവുകയുള്ളൂ. വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് റുബു ദീനാറും അതിൻ്റെ മൂല്യത്തിൽ വരുന്ന കാര്യങ്ങളും ഒന്ന് വിശദമാക്കി കഴിഞ്ഞാൽ, ഇത് പറയാനുള്ള കാരണം സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ ലാ തുഖ്തഉ യദു സാരിഖിൻ ഇല്ലാ ഫി റുബഉ ദീനാരിൻ ഫസായിദ എന്ന് മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തുഖ്തഉൽ യദു ഫി റുബഉ ദീനാരിൻ ഫസായിദ ഔ ഫീമാ ഖീമത്തുഹു റുബു ദീനാരിൻ ഫസായിദ എന്ന് തുടങ്ങിയ, അതായത് റുബു ദീനാറും അതിൻ്റെ മുകളിലേക്കുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തിലുള്ളതുമായ വസ്തുക്കൾ, അതിൻ്റെ മൂല്യത്തിലോ അതിൻ്റെ മുകളിൽ ഉള്ള മൂല്യത്തിലേക്ക് വരുന്നതായ വസ്തുക്കൾ മോഷ്ടിച്ചാൽ മാത്രമേ ഈ കൈ മുറിക്കുക എന്നുള്ള ഹദ് നടപ്പിലാക്കാൻ പറ്റൂ എന്ന് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ റുബു ദീനാർ എന്ന് പറയുന്ന ഒരു കണക്ക് നമ്മൾ വെച്ചത്. ഇപ്പോൾ ദീനാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂക്കെടുത്താൽ അത് ഒരു മിസ്കാലാണ്. ഒരു ദീനാർ ഒരു മിസ്കാലാണ്. അപ്പോൾ റുബു ദീനാർ എന്ന് പറയുമ്പോൾ റുബു മിസ്കാൽ ഉണ്ടാകും അതിൻ്റെ തൂക്ക കണക്കിൽ. ഇനി ഖാലിസായതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു, ഖാലിസായ വസ്തു ആയിരിക്കണം. അപ്പോൾ ഇനി മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തു അത് ഖാലിസല്ല, അതിൽ വേറെ പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ദീനാറിൻ്റെ കൂടെ ചിലപ്പോൾ വേറെ പലതും കൂട്ടിച്ചേർത്ത് അത് പൂർണ്ണമായതായിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് മൊത്തം കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ റുബു ദീനാർ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് ഈ സ്വർണം മാത്രം വേർതിരിക്കുമ്പോൾ അവിടെ ഈ റുബു ദീനാർ തികച്ചുണ്ടാവില്ല. ബാക്കി ചിലപ്പോൾ വേറെ പലതുമായിരിക്കും അതിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഖാലിസായതല്ല അവിടെ, അത് വേറെ പലതും കൂട്ടിച്ചേർത്തിട്ട് റുബു ദീനാർ ആയതാണ്. അപ്പോൾ അവിടെ കൈമുറിക്കാൻ പറ്റില്ല, കാരണം ഖാലിസായിരിക്കുക എന്നുള്ള ഒരു നിബന്ധന നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ പലതും കൂട്ടിച്ചേർത്തതാണ്, പക്ഷെ അതോടുകൂടെ അത് വേർതിരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റുബു ദീനാർ കിട്ടും. അങ്ങനെയുണ്ടല്ലോ, വേറെ പലതും കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ്, പക്ഷെ അതിൽ നിന്ന് സ്വർണം മാത്രം ഇങ്ങോട്ട് വേർതിരിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ റുബു ദീനാർ കിട്ടും. ബാക്കിയുള്ള ഒഴിവാക്കിയാലും റുബു ദീനാർ അതിലുണ്ട്. എന്നാൽ അവിടെ കൈ മുറിക്കേണ്ടി വരും, കാരണം നമ്മൾ ഖാലിസായ റുബു ദീനാർ അതിലുണ്ടല്ലോ.
അതുപോലെ തന്നെയാണ് നല്ല പത്തരമാറ്റ് തിബർ എന്ന് പറയുന്ന ഖാലിസായ തിബർ. അതുപോലെ നമ്മൾ സ്വർണ്ണമൊക്കെ ഈ ഉരക്കണ സ്ഥലത്ത് നിന്ന് അടിച്ചു കൂട്ടിയെടുക്കുന്ന വസ്തുക്കൾ, അതൊക്കെ അത് അടിച്ചു കൂട്ടിയെടുത്തിട്ട് ഒരാൾ മോഷ്ടിച്ചു. അപ്പോൾ മൊത്തം അടിച്ചു കൂട്ടി അതിൽ നിന്ന് സ്വർണ്ണം ഇങ്ങോട്ട് വേർതിരിച്ചെടുത്തപ്പോൾ ചിലപ്പോൾ ഒരു കൊട്ട നിറച്ച് ചിലപ്പോൾ അടിച്ചു കൂട്ടി വാരിയെടുത്തിട്ടുണ്ടാവും. അത് കൊണ്ടുപോയി പിന്നെ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് തൂക്കി നോക്കുമ്പോൾ, അതും കണക്കാക്കി നോക്കുമ്പോൾ റുബൂ ദീനാർ ഉണ്ട്. ഇവിടെയൊക്കെ പിന്നെ കൈമുറിക്കപ്പെടും എന്നാണ്. കാരണം ഇവിടെയൊക്കെ സംഗതി ഖാലിസാണ് എന്ന് തോന്നില്ലെങ്കിലും അതിൽ നിന്ന് വേർതിരിക്കുമ്പോൾ അത് ഖാലിസായ റുബൂ ദീനാർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഖാലിസാണ് എന്നുള്ള ഷർത്ത് ഇവിടെ നാഫിദാണ്. അതുകൊണ്ട് അവിടെയും കൈമുറിക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ, ഒരു മൂല്യത്തിലുള്ള വസ്തു മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് മദ്റൂബായതിൻ്റെ മൂല്യമാണ് പരിഗണിക്കുക. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ ഒരു തൂക്കം ഉണ്ടല്ലോ, നമ്മൾ മിസ്കാൽ തൂക്കം നമ്മൾ പറഞ്ഞു, അതുപോലെ മൂല്യവും പറഞ്ഞു. അപ്പോൾ ഒരു പിന്നെ ഉരുക്കിയെടുത്ത ഒരു സബീക്കത്ത്, അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭരണങ്ങൾ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ തൂക്കി നോക്കുമ്പോൾ അത് ചിലപ്പോൾ റുബൂ ദീനാർ ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ മൂല്യത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് റുബൂ ദീനാർ, അതിൻ്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പിന്നെ മൂല്യം അത് മദ്റൂബായ റുബൂ ദീനാറിലേക്ക് എത്തൂല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ തൂക്കത്തിൻ്റെയും വിലയുടെയും ഇടയിൽ വ്യത്യാസം വന്നു. തൂക്കം നോക്കുമ്പോൾ റുബൂ ദീനാറാണ്, റുബൂ മിസ്കാൽ ഉണ്ട്. എന്നാൽ അതേസമയം അതിൻ്റെ മൂല്യം നോക്കുമ്പോൾ അത് റുബൂ ദീനാറില്ല, മദ്റൂബായ റുബൂ ദീനാർക്ക് അതിൻ്റെ മൂല്യമില്ല എങ്കിൽ അവിടെ കൈമുറിക്കാൻ പാടില്ല എന്നാണ്. കാരണം പിന്നെ അതിൻ്റെ മൂല്യം പരിഗണിക്കുമ്പോൾ അത് മദ്റൂബായ റുബൂ ദീനാർ ആയിരിക്കുക എന്നുള്ളത് നിബന്ധനയാണ്. അതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം. കാരണം അവിടെ അതിൻ്റെ മൂല്യത്തിലേക്കാണ് നോക്കുക, അതിൻ്റെ തൂക്കത്തിലേക്ക് നോക്കുകയില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അതേസമയം അതിൻ്റെ തൂക്കത്തിലേക്ക് നോക്കും എന്നും മൂല്യത്തിലേക്ക് മൂല്യം മാത്രം പരിഗണിക്കേണ്ടതില്ല, തൂക്കത്തിലേക്ക് നോക്കുമെന്ന അഭിപ്രായവും ഉണ്ട്. അതുപോലെ ഒരാൾ ഒരു മോതിരം മോഷ്ടിച്ചു. ഇത് ശ്രദ്ധിക്കണം. ഒരാൾ ഒരു മോതിരം മോഷ്ടിച്ചു. ആ മോതിരത്തിൻ്റെ തൂക്കം റുബൂ മിസ്കാലിനേക്കാൾ കുറവാണ്. തൂക്കി നോക്കുമ്പോൾ റുബൂ മിസ്കാലിനേക്കാൾ കുറവാണ്. എന്നാൽ അതേസമയം അതിൻ്റെ മൂല്യം ചിലപ്പോൾ പണിക്കൂലി ഒക്കെ കൂട്ടിയിട്ട് അതിൻ്റെ മൂല്യം കൂടിയിട്ടുണ്ടാവും. റുബൂ മിസ്കാലിനേക്കാൾ തൂക്കം കുറവും അതേസമയം അതിൻ്റെ മൂല്യം നോക്കുമ്പോൾ അത് റുബൂ ദീനാറിനേക്കാൾ അധികവുമുണ്ട്. തൂക്കം കുറവാണ്, പക്ഷേ മൂല്യം നോക്കുമ്പോൾ അത് റുബൂ ദീനാറിനേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിലും അവിടെ കൈമുറിക്കാൻ പാടില്ല എന്നാണ് സ്വഹീഹായ വജ്ഹ് പ്രകാരം. അവിടെ കൈമുറിക്കാൻ പാടില്ല. കാരണം അവിടെ തൂക്കം റുബൂ മിസ്കാൽ ആയിട്ടില്ലല്ലോ, അപ്പോൾ അവിടെ കൈമുറിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ വസനിലേക്ക് നോക്കിയിട്ട് കൈമുറിക്കരുത് എന്നും അവിടെ ഖീമത്തിലേക്ക് നോക്കേണ്ടതില്ല എന്നും അഭിപ്രായമുണ്ട്. അതേസമയം അവിടെ ഖീമത്തിലേക്ക് നോക്കണം എന്നുള്ള ഒരു സാധനമുണ്ട്, അതനുസരിച്ച് അവിടെ കൈമുറിക്കേണ്ടി വരും. ഇനി ഒരാൾ കുറച്ച് ഫുലൂസുകൾ അയാൾ മോഷ്ടിച്ചു. അപ്പോൾ ഫുലൂസ് മോഷ്ടിച്ചപ്പോൾ അയാൾ വിചാരിച്ചത് ഇത് റുബൂ മിസ്കാലിനോട് പിന്നെ സമമാകാത്ത ഫുലൂസുകളാണ് എന്ന് പിന്നെ വിചാരിച്ചിട്ടാണ് അവന് എന്തായത് റുബൂ ദീനാറിനോട് സമമാകാത്ത ഫുലൂസുകളാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവനത് മോഷ്ടിച്ചത്. അവൻ്റെ വിചാരം അങ്ങനെയാണ്. അപ്പോൾ കൈമുറിക്കൊന്നുമില്ലല്ലോ, അപ്പം ജസ്റ്റ് മോഷ്ടിക്കുക, അതിനുള്ള ചെറിയ ശിക്ഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവനത് മോഷ്ടിച്ചത്. പക്ഷെ അത് റുബൂ ദീനാറായിരുന്നു. റുബൂ ദീനാർ അതുണ്ട്. ഇത് തൂക്കി നോക്കുമ്പോൾ അവൻ വിചാരിച്ച പോലെയല്ല, സംഗതി ദീനാറാണ്, അത് ഫുലൂസല്ല, സംഗതി ദീനാറാണ്. അത് റുബൂ ദീനാറിനോട് പിന്നെ കെടിവെക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിലും അവൻ്റെ കൈമുറിക്കും. കാരണം അവൻ എന്ത് ഭാവിച്ചു മോഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ എന്താവില്ല ഇവിടെ പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണല്ലോ. അപ്പോൾ എന്ത് ഭാവിച്ചിട്ടാണ് അവൻ മോഷ്ടിച്ചത് എന്നുള്ളത് ഇവിടെ പരിഗണിക്കൂല. അത് തൂക്കി നോക്കുമ്പോൾ അത് റുബൂ ദീനാർ ഉണ്ടെങ്കിൽ അവൻ എന്ത് വിചാരിച്ചു എന്നത് പരിഗണിക്കാതെ അവൻ്റെ കൈ മുറിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഒരു കീറിയ വസ്ത്രം അവൻ മോഷ്ടിക്കുകയാണ്. അവിടെ പിന്നെ അവൻ വിചാരിക്കുന്നത് ഒരു കീറിയ വസ്ത്രമല്ലേ, അപ്പോൾ റുബൂ ദീനാറിനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവൻ എന്താവേണ്ടത് ആ വസ്ത്രം മോഷ്ടിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഈ വസ്ത്രത്തിൻ്റെ മൂല്യവും കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് മൂല്യത്തിനുള്ള പണം
ആ വസ്ത്രത്തിൻ്റെ ഉള്ളിലില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു സുമുന് ദീനാറിനുള്ള വസ്ത്രം, ഒരു പിന്നി ചീന്തിയ വസ്ത്രം സുമുന് ദീനാർ അതിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വസ്ത്രം എടുക്കുമ്പോൾ ഇത് സുമുന് ദീനാറിനുള്ളതല്ലേ, അപ്പോൾ കൈ മുറിക്കേണ്ടിയൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ സാധു എടുത്തത്. പക്ഷെ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിൽ ഒരു സുമുന് ദീനാർ ബാക്കിയുണ്ട്. അതിൽ മൊത്തത്തിൽ കൂടി നോക്കുമ്പോൾ ഇത് റുബു ദീനാർ എത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഘട്ടങ്ങളിലും അവൻ്റെ കൈ മുറിക്കും എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം അവൻ്റെ ജഹല്, അവനറിയാതെ എടുത്തതാണ്, അവൻ ശ്രദ്ധിച്ചിട്ടില്ല, അവൻ അറിഞ്ഞിട്ടില്ലല്ലോ ആ പോക്കറ്റിലുള്ളത്. ആ ജഹലിനെ അവിടെ പരിഗണിക്കില്ല എന്നുള്ളതാണ് പ്രബലം. എന്നാൽ അത് പരിഗണിച്ചുകൊണ്ട് കൈ മുറിക്കേണ്ടതില്ല എന്നും രണ്ടാമതൊരു അഭിപ്രായം ഈ വിഷയത്തിൽ കാണാം. ഇനി ഒരാൾ ഈ പറയപ്പെട്ട നിസാബിന് ഒരു ഹിർസിൽ നിന്ന്, ഹിർസ് എന്താണ്, അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശേഷം പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ വിവരിക്കണില്ല. ഒരു ഹിർസിൽ നിന്ന് ഒരാൾ ഈ നിസാബിനെ പുറപ്പെടുവിച്ചു, അതായത് നിസാബിനെ ഒരാൾ മോഷ്ടിച്ചു. പക്ഷെ ആ മോഷ്ടിച്ചതിൻ്റെ ഒരു പ്രത്യേകത, അത് 2 തവണയായിട്ടാണ് മോഷ്ടിച്ചത് എന്നാണ്. അപ്പോൾ ഒരേ സമയം ഒരു റുബു ദീനാർ എടുത്തേക്കല്ല, 2 സമയങ്ങളിലായിട്ട് എടുത്തു. രണ്ടും കൂട്ടി നോക്കുമ്പോൾ അവിടെ റുബു ദീനാർ ആവുന്നുണ്ട്. പക്ഷെ ഒരു സമയം നോക്കുമ്പോൾ അത് റുബു ദീനാർ ആവുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ചെയ്യുക? അപ്പോൾ അവിടെ ചില നിബന്ധനകളുണ്ട്. അത് ഈ ആദ്യത്തെ മോഷണം കഴിഞ്ഞു രണ്ടാമത്തെ മോഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ വിവരം ഈ ഉടമസ്ഥൻ, ഇപ്പോൾ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ വിവരമറിയുകയും അവിടുത്തെ ആ ഹിർസിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 മോഷണങ്ങളായിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു അറയുടെ ഉള്ളിൽ ഒരു റുബു ദീനാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ അറ തുരന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടിയുടെ ഉള്ളിൽ റുബു ദീനാർ വെച്ചിരുന്നു. അപ്പോൾ അത് തുറന്നു. എന്നിട്ട് അതിൽ നിന്ന് ആദ്യമായിട്ടൊരു സുമുന് ദീനാർ അതിൽ നിന്ന് അവൻ മോഷ്ടിച്ചു. അതായത് നിസാബിൻ്റെ ജസ്റ്റ് പകുതി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞു. പിന്നീട് അവൻ തിരിച്ചു വരുമ്പോഴേക്ക് മാലിക് വിവരം അറിയുകയും അത് ആ തുറന്ന ഭാഗം ശരിയാക്കി, ചിലപ്പോൾ അവിടെ സിമെൻ്റ് ഇട്ടിട്ട് അടച്ചിരുന്നു, അതല്ലെങ്കിൽ ആ തുറക്കപ്പെട്ട പെട്ടി അത് അടച്ചിരുന്നു, ആ വാതിലടച്ച് പിന്നീട് ഭദ്രമാക്കിയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 മോഷണങ്ങളെയും 2ആയിട്ടാണ് ഗണിക്കുക. 2ആയിട്ട് ഗണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോഷണം നടന്നു, അതിൽ സുമുന് ദീനാർ എടുത്തു. മറ്റേ മോഷണം രണ്ടാമത്തെ ഒരു മോഷണമായിട്ടാണ് ഗണിക്കുക. അപ്പോൾ ഈ 2 മോഷണങ്ങളെയും 2 മോഷണങ്ങളായിട്ടാണ് ഇവിടെ പരിഗണിക്കുക. എന്നാൽ അതേസമയം ഈ മാലിക് ഈ വിവരം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലാണല്ലോ അത് പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ, ആ ഹിർസിനെ പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. ഇനി മാലിക് വിവരം അറിയാതിരിക്കുകയോ, ഇനി മാലിക് അറിഞ്ഞതിൻ്റെ ശേഷം ആ ഹിർസിനെ പുനഃസ്ഥാപിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ അവൻ തുരന്ന് റെഡിയാക്കി അതിന്ന് എടുത്തുകൊണ്ടേക്കാണ്. പക്ഷെ ആ വിവരം മാലിക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും അവൻ വന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ എടുത്തുകൊണ്ടുപോയി. കാരണം മാലിക് അറിഞ്ഞിട്ടില്ല, അപ്പോൾ പുനഃസ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. അതല്ലെങ്കിൽ മാലിക് അറിഞ്ഞിട്ടുണ്ട് വിവരം, പക്ഷേ ആ ഹിർസിനെ അവൻ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒരു മോഷണമായി കണക്കാക്കുകയും ആ ഒരു മോഷണത്തിൽ അവൻ്റെ കൈ മുറിക്കപ്പെടുകയും ചെയ്യും. കാരണം 2 ഘട്ടങ്ങളിലായിട്ടാണ് അവൻ ആ നിസാബ് പൂർത്തിയാക്കിയതെങ്കിലും ആ 2 ഘട്ടങ്ങളെയും ഒന്നായി പരിഗണിച്ചുകൊണ്ട് അവൻ്റെ കൈ മുറിക്കുന്നതാണ്. കാരണം ആ ഹിർസ് എന്നുള്ളത് അവനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് ഹിർസ് തന്നെയാണ്. കാരണം അത് മാലിക് അറിയുകയോ ഹിർസിനെ പുനഃസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഈ വിഷയത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ചർച്ചയിലുണ്ട്. ഇവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞ മാലിക് അറിഞ്ഞു എന്നിട്ടും മാലിക് അത് പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിലും അത് ഒരു മോഷണമായിട്ട് കണക്കാക്കി അവൻ്റെ കൈ മുറിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മാലിക്കിൻ്റെ അടുത്ത് നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചില ഉപചർച്ചകൾക്ക് കാരണം അത് അസഹായപ്രായ പ്രകാരം അവിടെ കൈ മുറിക്കണം എന്നാണ്. കാരണം അവനിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആ ഹിർസ് അവശേഷിക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ടാണ്. അതിൻ്റെ മുക്കാബലയിൽ ആ ഹിർസ് അവശേഷിക്കുന്നില്ല, അതുകൊണ്ട് മുറിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുമുണ്ട്.
ഇനി മാലിക്കുമായി ബന്ധപ്പെട്ട്, അതായത് മാലിക് അത് അറിഞ്ഞതിൻ്റെ ശേഷവും പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് ആ മാലിക് അതിൽ വീഴ്ച വരുത്തിയ ആളാണ് എന്നതിനാൽ മാലിക്കിൻ്റെ വീഴ്ച കാരണം സംഭവിച്ച ഒരു പ്രശ്നത്തിൽ ഇവൻ്റെ കൈ മുറിക്കേണ്ടതില്ല എന്നുള്ള ഒരഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഹിർസ് ഖറാബായ വിവരം ജനങ്ങൾക്കിടയിൽ മൊത്തത്തിൽ അറിയപ്പെട്ടു. അത് മടക്കി ശരിയാക്കി എടുക്കണമെന്നൊന്നുമില്ല. ജനങ്ങൾക്കിടയിൽ മൊത്തത്തിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് ഘട്ടങ്ങൾക്കിടയിൽ ഒരു മോഷണവും മറ്റേ മോഷണവും നടത്തുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവെ അറിയപ്പെട്ടു അവിടെ ആ ഹിർസ് ഖറാബായിട്ടുണ്ട്, താറുമാറായിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടാലും അവിടെ കൈമുറിക്കേണ്ടതില്ല. എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ കൈമുറിക്കണം എന്ന അഭിപ്രായവും ഉണ്ട്. അതേപോലെ രണ്ടാമത് നടന്ന മോഷണം അത് ഒന്നാമത്തെ മോഷണത്തിൻ്റെ അതേ രാത്രിയിൽ തന്നെ നടന്നതാണെങ്കിൽ അവിടെ കൈമുറിക്കണം. കാരണം അത് ഒന്നായിട്ട് പരിഗണിക്കും. അതല്ലെങ്കിൽ മറ്റൊരു രാത്രിയിലാണ് നടന്നതെങ്കിൽ അത് രണ്ടായിട്ടാണ് പരിഗണിക്കുക എന്നൊക്കെ വിവിധ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. അത് പ്രത്യേകിച്ച് ആ മാലിക്കുമായി ബന്ധപ്പെട്ട വിഷയം. അത് അദ്ദേഹം അറിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം ആ ഹിർസിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ആ മാലിക്കിൻ്റെ വീഴ്ചയായി പരിഗണിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഒരു അഭിപ്രായ വ്യത്യാസം അതിൽ വരുന്നത്. അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരാൾ ഒരു പാത്രത്തിന് ഒരു തുളയിട്ടു, അങ്ങനെ പാത്രം തുരന്ന് അയാൾ പോയി. പക്ഷേ പോയതോടെ പ്രശ്നം തീർന്നില്ല. ആ ദ്വാരം അയാൾ തുരന്നുണ്ടാക്കിയത് കാരണം അതിൽ നിന്ന് ഈ റുബു ദീനാറിൻ്റെ മൂല്യത്തിലുള്ള വസ്തു നഷ്ടപ്പെട്ടു. അതിലെന്താണെന്ന് വെച്ചാൽ റുബു ദീനാറിൻ്റെ മൂല്യത്തിലുള്ള വസ്തു അതിന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ തുരക്കപ്പെട്ട ആളുടെ കൈ മുറിക്കണം എന്നാണ്, തുരന്ന ആളുടെ കൈ മുറിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം ആ ഹിർസിനെ അയാൾ ഹത്തക്ക് ചെയ്യുകയാണല്ലോ ചെയ്യണം. ആ ഹിർസിനെ അത് സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് അയാൾ ഹത്തക്ക് ചെയ്തത് കൊണ്ടാണ് ഈ വസ്തു മോഷ്ടിക്കപ്പെടാൻ കാരണം. അപ്പോൾ വേറെ ആരോടത്ത് കൊണ്ടതാണ്, പക്ഷേ ഇയാൾ അതിൻ്റെ മേലിൽ കുറ്റക്കാരനാവും. അപ്പോൾ ആ നിസാബ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ അതിന് കുറ്റക്കാരനാവും, അയാളുടെ കൈ മുറിക്കപ്പെടും. പക്ഷേ ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ അയാളത് മോഷ്ടിച്ചിട്ടില്ലല്ലോ, അയാളെല്ലാം അതവിടുന്ന് പുറത്തെടുത്ത് കൊണ്ടുപോയത്. അയാളങ്ങനെ ഒരു ദ്വാരം ഇട്ടൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അയാൾ കൈ മുറിക്കേണ്ടതില്ല എന്നുള്ള രണ്ടാമത്തെ അഭിപ്രായവും ഇതിലുണ്ട്. ഇനി രണ്ട് നിസാബ് പുറപ്പെടുവിക്കുന്നതിൽ രണ്ടാളുകൾ കൂറായി, രണ്ടാളുകൾ ഒന്നിച്ചിട്ടാണ് മോഷണം നടത്തിയത്. എന്നിട്ട് രണ്ടാളും ഒന്നിച്ച് മോഷണം നടത്തിയത് ഒരു നിസ്ഫു ദീനാർ അവർ ഒന്നിച്ച് മോഷ്ടിച്ചു. അപ്പോൾ രണ്ട് നിസാബിനുള്ളത് മോഷ്ടിച്ചു. അപ്പോൾ ഇത് പൗതിയാക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് റുബു ദീനാറുണ്ട്. സെയ്ദും അമ്രുമാണ് മോഷ്ടിച്ചത്. അപ്പോൾ അത് നിസ്ഫു ദീനാർ പൗതിയാക്കിയ സെയ്ദിന് റുബു ദീനാറുണ്ട്, അമ്രിനും റുബു ദീനാറുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ട് പേരുടെയും കൈ മുറിക്കപ്പെടുന്നതാണ്. ഇനി ഇതേ ആളുകൾ നിസാബൈനി, അത് രണ്ട് നിസാബിനുള്ള അത് മോഷ്ടിച്ചപ്പോൾ നിസ്ഫു ദീനാർ മോഷ്ടിച്ചിട്ടില്ല, അതിന് കുറഞ്ഞേ മോഷ്ടിച്ചിട്ടുള്ളൂ. രണ്ടാളും കൂട്ടി നോക്കുമ്പോൾ നിസാബേനി എത്തുന്നില്ലെങ്കിൽ അവിടെ രണ്ടുപേരുടെയും കൈമുറിക്കാൻ പാടില്ല എന്നാണ്. ചിലപ്പോൾ അയാൾ സ്വന്തം മോഷ്ടിച്ചത് ചിലപ്പോൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾ സ്വന്തം മോഷ്ടിച്ചത് ഒന്നിച്ചാണല്ലോ അവർ പോകണത്. പക്ഷെ ചിലപ്പോൾ അയാളെ കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ റുബു ദീനാർ ഉണ്ടായിരിക്കാം. പക്ഷെ രണ്ടാളും ഒന്നിച്ച് കൂറായി നടത്തിയ ഒരു പരിപാടി ആയതുകൊണ്ട് രണ്ടാൾ മോഷ്ടിച്ചത് മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ അവിടെ റുബു ദീനാർ ആവുന്നില്ലെങ്കിൽ, രണ്ടുപേരുടെ നിസാബേനി എത്തുന്നില്ലെങ്കിൽ, അതായത് നിസ്ഫു ദീനാർ ആവുന്നില്ലെങ്കിൽ രണ്ടാളുടെയും കൈ മുറിക്കാൻ പാടില്ല. കാരണം അത് നിസ്ഫു ദീനാർ എത്തിയിട്ടില്ലെങ്കിൽ അത് പൗതിയാക്കി കഴിഞ്ഞാൽ റുബു ദീനാർ ആവില്ലല്ലോ, രണ്ടാക്കും കൃത്യമായിട്ട് പൗതിയാക്കുമ്പോൾ രണ്ടാക്കും റുബു ദീനാർ ആവുകയാണെങ്കിൽ മാത്രമേ കൈമുറിക്കാൻ പറ്റുള്ളൂ. രണ്ട് കൂട്ടർക്കും അങ്ങനെ ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. ഇനി ഒരാൾ മദ്യം മോഷ്ടിച്ചു, അതല്ലെങ്കിൽ നായ, പന്നി, ശവത്തിൻ്റെ തോല്, ഊറക്കിടാത്ത ശവത്തിൻ്റെ തോല്, ഇതൊക്കെ ഒരാൾ മോഷ്ടിച്ചാൽ അത് മിൽക്കില്ലാത്ത സാധനമാണ്. അതൊരു മുതലല്ലല്ലോ, അതൊരു മുതൽ എന്ന് പറയാൻ പറ്റാത്ത വസ്തുക്കളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ.
ഇപ്പോൾ ശവത്തിൻ്റെ തോലാവട്ടെ, നായാവട്ടെ, പന്നിയാവട്ടെ, അതൊന്നും ഒരു മുതൽ എന്ന രീതിയിൽ പരിഗണിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പേരിലൊന്നും ഇത് മോഷ്ടിച്ചതിൻ്റെ പേരിലൊന്നും കൈമുറിക്കാൻ പാടില്ല. അത് മുസ്ലിം മോഷ്ടിച്ചാലും ശരി, സിമ്മിയായ കാഫിർ മോഷ്ടിച്ചാലും. ഇപ്പോൾ സിമ്മിയായ കാഫിർ മോഷ്ടിച്ചാൽ ഓൽക്കിപ്പോൾ നമ്മളെ മാതിരി പ്രശ്നമില്ല, അവർക്കത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാൽ കൂടി സിമ്മിയായ കാഫിർ മോഷ്ടിച്ചാൽ കൂടി അത് കാരണത്താൽ കൈ മുറിക്കുകയില്ല. ഇനി ഈ മോഷ്ടിക്കപ്പെട്ട മദ്യം, ആ മദ്യത്തിൻ്റെ പാത്രം, ചില മദ്യങ്ങളുടെ പാത്രം വിലപിടിപ്പുള്ള പാത്രമായിരിക്കും. ആ വിലപിടിപ്പുള്ള പാത്രം നിസാബ് എത്തിക്കുന്നുണ്ട്, റുബു ദീനാർ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ആ മൂല്യം പരിഗണിച്ചുകൊണ്ട് അവരുടെ കൈമുറിക്കുന്നതാണ്. അപ്പം മദ്യം മോഷ്ടിക്കുമ്പോൾ മദ്യത്തെ പരിഗണിക്കുന്നില്ലെങ്കിലും ആ പാത്രത്തിൻ്റെ മൂല്യം നമ്മളവിടെ പരിഗണിക്കും. കാരണം ആ പാത്രം അവന് എടുക്കുന്നത് അതിൻ്റെ ഹിർസിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അപ്പോൾ പാത്രം മോഷ്ടിച്ചதை പരിഗണിച്ചിട്ട് അവൻ്റെ കൈമുറിക്കപ്പെടും. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായ പ്രകാരം അതിൻ്റെ പേരിൽ കൈമുറിക്കേണ്ടതില്ല. കാരണം ആ പാത്രത്തിൽ അവൻ സൂക്ഷിച്ചു വെച്ചത് ചിന്തിക്കളയേണ്ട വസ്തുവാണല്ലോ, മദ്യമാണല്ലോ, മദ്യം ചിന്തിക്കളയാണല്ലോ വേണ്ടത്. അപ്പോൾ ചിന്തിക്കളയേണ്ട വസ്തു ആയതുകൊണ്ട് ഇവിടെ അത് സൂക്ഷിച്ച പാത്രത്തിനും ഒരു സൂക്ഷിച്ച പാത്രം എന്നുള്ള പ്രത്യേകതക്കപ്പുറം ഇതിൽ സൂക്ഷിക്കപ്പെട്ടത് ചിന്തിക്കളയേണ്ട ഒരു വസ്തു ആയതുകൊണ്ട് ഒരു ശുബ്ഹ ഉണ്ട്. ആ ശുബ്ഹ ആ ഒരു ഹദ്ദിനെ, ഈ കൈ മുറിക്കുക എന്നുള്ളതിനെ ആ ശുബ്ഹ നീക്കിക്കളയും എന്നുള്ളൊരു അഭിപ്രായം ഇതിലുണ്ട്. അതുപോലെ ഈ വീണ പോലുള്ള വസ്തുക്കൾ, ഹറാമായ വീണ, സംഗീത വാദ്യോപകരണങ്ങളാണല്ലോ, അങ്ങനത്തെ വസ്തു ഉപയോഗിക്കാൻ പാടില്ലാത്തവയാണ്. അങ്ങനത്തെ വസ്തു മോഷ്ടിച്ചാലും അവിടെ കൈ മുറിക്കാവതല്ല. നേരെ മറിച്ച് പ്രബലമായ അഭിപ്രായ പ്രകാരം ഇത് കുൽത്തു അസാനി അസഹു എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പ്രബലമാക്കിയ ഒരു ഭാഗമാണ് ഇവിടെ. അതായത് ഈ വീണ പോലുള്ള വസ്തുക്കളെ കഷ്ണമാക്കി നിസാബ് തൂക്കുമ്പോൾ ഇത് റുബു ദീനാറിനുണ്ട്. അപ്പോൾ അത് വീണയായിട്ട് മോഷ്ടിച്ചാൽ, വീണ ആവുന്ന നിലയിൽ അത് നോക്കുമ്പോൾ അത് ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അതേസമയം അത് പല കഷ്ണങ്ങളാക്കി ഉപയോഗിച്ചാൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് പൊടിയാക്കി നോക്കുമ്പോൾ അത് ഈ നിസാബിൻ്റെ കണക്കിനുണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ കൈമുറിക്കണം എന്ന് ഒരു ഖീലയായിട്ടാണ് മുഹററിൽ അവതരിപ്പിച്ചത്. അതേസമയം അതാണ് ഏറ്റവും അസഹായ അഭിപ്രായമെന്ന് നവി ഇമാമ് കുൽത്തു അൽ അസഹു അസാനി അസഹു വല്ലാഹു അലം എന്ന് ഇമാം നബി തങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇമാമുൽ ഹറമൈനി ഒന്നാമത്തെ അഭിപ്രായത്തെയൊക്കെയാണ് പ്രബലമാക്കിയിട്ടുള്ളത്. അതേപോലെ ഈ അഭിപ്രായത്തെ, അതായത് അതിൻ്റെ പൊടികൾ എടുത്തു നോക്കുമ്പോൾ അത് നിസാബെത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൈ മുറിക്കേണ്ടി വരും എന്ന് നബി ഇമാം അസഹാക്കി പറഞ്ഞതിനെ റൗലയിൽ വിവരിക്കുമ്പോൾ അത് അധിക പണ്ഡിതന്മാരുടെ അടുത്തും അങ്ങനെയാണ് എന്നുകൂടി നബി ഇമാം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ വീണ പോലുള്ള സംഗീതോപകരണങ്ങൾ അത് മോഷ്ടിച്ചാൽ കൈ മുറിക്കേണ്ടതില്ല എന്ന് പറയുന്നത്, അത് പൊടിയാക്കി കഴിഞ്ഞാൽ അത് ഈ പറയപ്പെടുന്ന നിസാബിൻ്റെ മൂല്യത്തിന് നിസാബ് എത്തുകയാണെങ്കിൽ അവിടെയും കൈമുറിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കണം. മസ്റൂഖിനുണ്ടാവേണ്ട രണ്ടാമത്തെ നിബന്ധന അത് മറ്റൊരാളുടെ മിൽക്കിലായിരിക്കണം എന്നതാണ്. അപ്പോൾ ഇവൻ്റെ മിൽക്കിലുള്ള സാധനം ഇവൻ തന്നെ മോഷ്ടിച്ചു, അതിലോ മറ്റൊരാളുടെ കയ്യിലായിരിക്കും. അപ്പോൾ പണയം കൊടുത്തതായിരിക്കണം, അതല്ലെങ്കിൽ കൂലിക്ക് കൊടുത്തതൊക്കെ ആയിരിക്കണം. അപ്പോൾ മറ്റൊരാളത് സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് ഇവൻ തന്നെ പോയിട്ട് അത് മോഷ്ടിച്ചു. അപ്പോൾ അത് അവൻ്റെ മിൽക്കിലുള്ള സാധനമാണല്ലോ, അതുകൊണ്ട് അവൻ്റെ കൈ മുറിക്കില്ല. അപ്പോൾ മറ്റൊരാളുടെ മിൽക്കിലുള്ളതായിരിക്കണം എന്നത് ഈ മസ്റൂഖിൻ്റെ, മോഷ്ടിക്കപ്പെടുന്ന വസ്തുവിൻ്റെ രണ്ടാമത്തെ നിബന്ധനയാണ്. അതുപോലെ തന്നെയാണ് ഇവൻ ആ വസ്തു അതിൻ്റെ ഹിർസിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഈ വസ്തു ഇവൻ ഉടമസ്ഥപ്പെടുത്തി. ഉദാഹരണത്തിന് അവൻ അനന്തരെടുക്കേണ്ടതാണ്, അവനത് അനന്തരെടുക്കേണ്ട വസ്തു അവൻ ആ ഹിർസിൽ നിന്ന് പുറപ്പെടുവിച്ചു. അപ്പോൾ അവൻ കൂടി അവകാശമുള്ളൊരു വസ്തു, ചിലപ്പോൾ അത് പുറപ്പെടുവിക്കുന്നതിൻ്റെ അവൻ്റെ ഉപ്പാൻ്റെ മുതലായിരുന്നു. അപ്പോൾ അവൻ പുറപ്പെടുവിക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ ഉപ്പ മരിച്ചു. അപ്പോൾ അത് അനന്തരം കൊണ്ട് അവൻ്റെയും കൂടി മിൽക്കിൽ വരുന്നതാണല്ലോ. അപ്പോൾ അനന്തരം കൊണ്ട്, അല്ലെങ്കിൽ അത് വാങ്ങിയിരുന്നു അവൻ അവിടെ ആ ഹിർസിൽ നിന്ന് അതങ്ങോട്ട് പുറപ്പെടുവിക്കുന്ന സമയത്തിൻ്റെ മുമ്പ് അവനത് മിൽക്കാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിലും അതല്ലെങ്കിൽ അത് പുറപ്പെടുവിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ നിസാബിൽ എന്തെങ്കിലും
കുറവ് വരുത്തി. ഇപ്പോൾ ചിലപ്പോൾ പിന്നെ ഭക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തുവാണ് അവൻ പിന്നെ അവിടെ നിന്ന് എടുക്കുന്നത്. ഈ റുബു ദീനാറിൻ്റെ മൂല്യത്തിൽ വരുന്ന എന്തെങ്കിലും ഭക്ഷ്യവസ്തുവാണ് എടുക്കുന്നത്. പക്ഷെ അതേസമയം അത് എടുക്കുന്നതിന് മുമ്പ് അവൻ അതിൽ നിന്ന് കുറച്ച് ഭക്ഷിച്ചു, അതല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കരിച്ചു കളഞ്ഞു, കത്തിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ കത്തിച്ച് കളഞ്ഞത് പോയി, ഭക്ഷിച്ചതും അവിടെ പോയി. പിന്നെ ബാക്കിയുള്ളത് കൂട്ടി നോക്കുമ്പോൾ ഈ നിസാബില്ല, ഈ നിസാബിൻ്റെ കണക്കിനില്ല. അപ്പോൾ അവിടെ ന്യൂനത വന്നു. അപ്പോൾ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ മിൽക്കിൻ്റെ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ മോഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അത് അവൻ്റെ മിൽക്കിൽ വന്നിരുന്നു, ഇർസ് കൊണ്ടോ അതല്ലെങ്കിൽ അത് വാങ്ങൽ കൊണ്ടോ, അനന്തരെടുക്കൽ കൊണ്ടോ അത് വാങ്ങൽ കൊണ്ടോ ഒക്കെ അവൻ്റെ മിൽക്കിലേക്ക് വന്നു. അതല്ലെങ്കിൽ അത് എടുക്കുന്നതിന് മുമ്പ് ഈ നിസാബിൽ എന്തെങ്കിലും കുറവ് വന്നു, ഭക്ഷണം അതിൽ നിന്ന് കഴിക്കൽ കൊണ്ടോ അതല്ലെങ്കിൽ കരിക്കൽ കൊണ്ടൊക്കെ, അങ്ങനെയാണെങ്കിലും അവൻ്റെ കൈ മുറിക്കൂല. അപ്പോൾ അവൻ്റേതല്ലാത്ത നിസാബ് പൂർണ്ണമായ സ്വത്ത് അവനെടുത്താൽ മാത്രമേ അവൻ്റെ കൈ മുറിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ആ മോഷ്ടിച്ച വ്യക്തി വാദിക്കാണ്. ഈ മോഷ്ടിക്കപ്പെട്ട വസ്തു അത് അവൻ്റെ അവൻ്റെ മിൽക്കിലുള്ളതാണ്, അവൻ്റെ അവകാശത്തിൽ ഉള്ളതാണ് എന്ന് ഈ സാരിക്ക് മോഷ്ടിച്ചപ്പെട്ട വ്യക്തി വാദിച്ചാലും അവൻ്റെ കൈ മുറിക്കില്ല എന്ന് ഷാഫി ഇമാമിൻ്റെ നെസ്സിലുണ്ട്. കാരണം അവൻ വാദിച്ചു എന്നുള്ളത് അവിടെ ഒരു ശുബഹയാണ്. ശുബഹ വന്നു കഴിഞ്ഞാൽ അവിടെ മുറിച്ച് കളയാം. അത് ഹദീസിലുണ്ടല്ലോ, ശുബഹ ഉണ്ടെങ്കിൽ പിന്നെ ഹദ് അവിടെ നടപ്പിലാക്കരുത് എന്നാണല്ലോ ഹദീസിൽ പറഞ്ഞത്. അപ്പോൾ ഇവൻ അത് വാദിച്ചു എന്നുള്ളത് ഒരു ശുബഹയായി ഈ കത്തുകിനെ തടയുന്ന ഒരു ശുബഹയായി ഗണിക്കുകയും അവിടെ കത്തുകിനെ തൊട്ട് ഒഴിവാക്കുകയും ചെയ്യും എന്ന് ഷാഫി ഇമാമിൻ്റെ പിന്നെ ഒരു നെസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിന് വിപരീതമായ പിന്നെ അഭിപ്രായമുണ്ട്. അവിടെ കൈ മുറിക്കണം, അവൻ വാദിച്ചാലും കൈ മുറിക്കണം എന്നും, അവൻ വാദിച്ചാൽ മുറിക്കണ്ട എന്ന് പറഞ്ഞ നെസ് അത് അവൻ സാക്ഷിയെ അവൻ ഒരു ബയ്യനത്ത് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അതിനെ അംഗീകരിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ട് നെസ്സിനെ ന്യായം പറയുകയും, അല്ലാത്ത ഘട്ടങ്ങളിൽ വെറും വാദിച്ചു എന്നുള്ളത് കൊണ്ട് അവനെ കൈമുറിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കരുത് എന്നും ഇതിന് രണ്ടാമതൊരു അഭിപ്രായം ഈ വിഷയത്തിലുണ്ട്. എന്നാൽ വാദിച്ചു എന്നുള്ളത് കൊണ്ട് ശുബ്ഹ സ്ഥിരപ്പെടുകയും അതുകൊണ്ട് മുറിക്കണ്ട എന്നുള്ളതാണ് ഷാഫി ഇമാമിൻ്റെ നെസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി രണ്ടാളുകൾ മോഷ്ടിച്ചതിൻ്റെ ശേഷം അതിൽ നിന്നുള്ള ഒരാൾ വാദിച്ചു, എന്ത്, ഈ മോഷ്ടിക്കപ്പെട്ട വസ്തു അത് എൻ്റെ ഉടമസ്ഥതയിലാണ്, സ്വന്തം ഉടമസ്ഥതയിലാണ് ഉള്ളത് എന്നോ, അത് ഞങ്ങൾ രണ്ടാളുകൾക്ക് കൂടി ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്നോ കൂട്ടത്തിൽ ഒരാൾ വാദിച്ചു. അവ രണ്ടാളുകൾ ഒന്നിച്ച് മോഷ്ടിച്ചു. ഒരാൾ വാദിക്കുന്നത് ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അല്ലെങ്കിൽ രണ്ടാളുകളുടെ ഉടമസ്ഥതയിലാണ്. പക്ഷേ മറ്റേ ആൾ അതിനെ നിഷേധിച്ചു. അങ്ങനെയല്ല, ഇവൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരാൾ പറയുന്നു അത് എൻ്റെ ഉടമസ്ഥതയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളുടെയും ഉടമസ്ഥതയിലുള്ളതാണ്. മറ്റവൻ പറയുന്നു അങ്ങനെയല്ല, ഇവൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഈ വാദിച്ച ആളുടെ കൈമുറിക്കൂല. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അവിടെ അങ്ങനെ ഒരു ശുബ്ഹ വരുന്നത് കൊണ്ട് ആ വാദം അവൻ മുന്നോട്ട് വെക്കലോടുകൂടെ പിന്നെ ഖത്ത് അവൻ്റെ കൈ മുറിക്കുക എന്നുള്ള വിധി അവിടെ നിന്ന് ഇല്ലാതാവും. ശുബ്ഹ ഉണ്ടാകുമ്പോൾ തട്ടിപ്പോവുമല്ലോ. എന്നാൽ രണ്ടാമത്തെ ആള് അവൻ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇവൻ്റെ നിഷേധത്തോടു കൂടെ, അതായത് അവൻ സമ്മതിക്കുകയാണല്ലോ നമ്മളതല്ല സാധനം, വേറെ ഉള്ളവൻ്റെ സാധനം, നമ്മുടെ മിൽക്കിൽ വരുന്നതല്ല എന്ന് പറയുമ്പോൾ അവൻ സ്വയം സമ്മതിക്കുന്നത് കൊണ്ട് അവൻ്റെ കൈമുറിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടാളുകളെയും രണ്ട് വിധിയാണ് അവിടെ ഉണ്ടാവുക. ഒന്നാമത്തവൻ വാദം മുന്നോട്ട് വെക്കലോടുകൂടെ അവിടെ ഒരു ശുഭ സ്ഥിരപ്പെടുകയും അതുകൊണ്ട് അവൻ്റെ കൈമുറിക്കുന്നത് തട്ടിപ്പോവുകയും ചെയ്യും. രണ്ടാമത്തവൻ അതിനെ നിഷേധിച്ചത് കൊണ്ട്, അവൻ ആ മോഷണത്തിനെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് അവൻ്റെ കൈ മുറിക്കുകയും ചെയ്യും. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ അതേസമയം ഇതിന് നിഷേധിക്കുന്നവൻ്റെ കൈയും മുറിക്കുകയില്ല എന്ന ഒരു പ്രബലമായ അസഹിൻ്റെ മുക്കാബില, ഇവിടെ അസഹിൻ്റെ മുക്കാബിലയിലുള്ള പിന്നെ അത്ര ലൈഫ് അല്ലാത്ത നല്ല പ്രബലമായ തന്നെയായ ഒരു അഭിപ്രായമുണ്ട്. കാരണം എന്താ, അവൻ്റെ കൂടെ മോഷ്ടിച്ച അവൻ്റെ സഹമോഷ്ടാവ് അവൻ വാദിച്ചതാണല്ലോ, അപ്പോൾ അത് ഇവനക്കും ബാധകമാണ്. ഇപ്പോൾ മറ്റൊരാൾ മസ്റൂഖ് മിൻഹു ആയ ആൾ, അപ്പോൾ ആരുടെ മുതലാണോ മോഷ്ടിക്കപ്പെട്ടത് അവൻ പറയാണ് ഇത് മോഷ്ടിച്ചവൻ്റെ മുതലാണ് എന്ന്. ഇപ്പോൾ സെയ്ദ് അമ്രിൻ്റെ മുതൽ മോഷ്ടിച്ചു. അപ്പോൾ അമ്ര പറയാണ്
അമ്രാണ് മസ്റൂഖ് മിന്നു. അപ്പോൾ അമ്ര പറയാണ് ഇത് എൻ്റെ മുതലല്ല, അത് സെയ്ദിൻ്റെ മുതലാണ് എന്ന് അമ്ര പറഞ്ഞു കഴിഞ്ഞാൽ സെയ്ദിൻ്റെ മേൽ പിന്നെ ഹദ് എടുക്കൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണല്ലോ ഇവൻ്റെ സെയ്ദിൻ്റെ സഹമോഷ്ടാവ് അവൻ്റെതാണ് മുതൽ എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സെയ്ദിൻ്റെ മേലിലും എന്താക്കൂല, ഹദ് എടുക്കൂല എന്നുള്ള ഒരു അസഹിൻ്റെ മുക്കാബലയിലുള്ള മറ്റൊരു വജ്ഹ് കൂടി ഇവിടെ ഉണ്ട്. ഇനി ഒരാൾ അവൻ്റെ ഷരീക്കിൻ്റെ ഹിർസിൽ നിന്ന് അവന് കൂടി പങ്കുള്ള ഒരു വസ്തു മോഷ്ടിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം പങ്കുള്ള ഒരു മുതലാണ് ഇവൻ മോഷ്ടിക്കുന്നത്. അത് മറ്റവനാണ് സൂക്ഷിച്ചിരുന്നത്, അവൻ്റെ ഹിർസിലാണത് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇവൻ പോയിട്ട് അതിന് മോഷ്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇവൻ ആ മുതലിൽ പങ്കുകാരനാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അവൻ്റെ അൽഹറായ അഭിപ്രായപ്രകാരം ഇവൻ്റെ കൈ മുറിക്കാവതല്ല. ഇനി അവൻ അതിൽ പങ്കുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നസീബ് എത്രയാണ് എന്നുള്ളതൊന്നും അവിടെ നോക്കണ്ട. കാരണം ആ വസ്തുവിൻ്റെ ഓരോ ജുസിലും അവൻ്റെ ഹക്ക് ഉണ്ടല്ലോ. അതൊരു ശുഭ ആയതുകൊണ്ട് അത് കാരണം അവനെ കൈ മുറിക്കാൻ പാടില്ല. മറ്റു ചില പിന്നെ ശിക്ഷകളൊക്കെ ഉണ്ടാവും, പക്ഷേ അവൻ്റെ കൈ മുറിക്കുക എന്നുള്ളൊരു ശിക്ഷ ഇവിടെ ഉണ്ടാവില്ല. അവൻ്റെ നസീബ് എത്ര കുറഞ്ഞതാണെങ്കിലും ശരി അവിടെ കൈ മുറിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഓരോ ജുസുയിലും അവൻ്റെ ഹക്ക് ബന്ധിക്കുന്നതാണ് എന്നാണ് അതിൽ അൽഹറായ ഖൗലുള്ളത്. എന്നാൽ അവനതിലൊരു ഹക്കുമില്ല. അവൻ്റെ പിന്നെ നസീബ് എന്നുള്ളത് ഒരു ഭാഗവും അവൻ്റെ ശരീക്കിൻ്റെ നസീബ് എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. ശരീക്കിൻ്റെ നസീബിൽ അവൻ്റെ ഹക്കുമില്ല എന്നുള്ള ഒരു രണ്ടാമത്തെ ഒരു അൽഹറിന് മുഖാബലയുള്ള ഒരു ഖൗല് കൂടി ഇതിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരാൾ പിന്നെ മോഷ്ടിച്ചു, ഒരാൾ പിന്നെ ഒരു നിസ്ഫു ദീനാർ മോഷ്ടിച്ചപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പകുതിയാണ് അതിൽ ഓഹരിയുള്ളത്. മറ്റവൻ്റെ ഹിർസിൽ നിന്നാണ് മോഷ്ടിക്കുന്നത്. പകുതിയും ഓഹരില്ല പറഞ്ഞാൽ നിസ്ഫു ദീനാറിൻ്റെ പകുതി ഇവൻ്റെ ഓഹരിയും പകുതി മറ്റവൻ്റെ ഓഹരിയാണ്. അപ്പോൾ റുബു ദീനാർ ഇവൻ്റെതാണല്ലോ, മറ്റേ റുബു ദീനാർ മറ്റവൻ്റുമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഈ ഘട്ടത്തിൽ ഇവൻ്റെ കൈ മുറിക്കും. കാരണം രണ്ടാമത്തവൻ്റെ നസീബിൽ ഇവന് ഓഹരില്ല, ഇവൻ്റെയിൽ അവനും ഓഹരില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹക്കില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കൈ മുറിക്കും എന്ന് ഇതിൻ്റെ അൽഹറിന് മുക്കാബലയിലുള്ള ഖൗല് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അൽഹറായ ഖൗല് പ്രകാരം അങ്ങനെ മുറിക്കൂല എന്നുള്ളതുമാണ്.